നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്നത്തെ വീഡിയോ ഞാൻ യൂസ് ചെയ്ത് വരുന്ന എൻ്റെ ഡെയിലി ഡ്രൈവറായ സാംസങ് ഗാലക്സി S24 അൾട്രയുടെ റിവ്യൂ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടക്കുന്ന കാര്യം അറിയാമല്ലോ. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ വാങ്ങിയത് 1,30,000 രൂപയ്ക്കാണ്. അപ്പോൾ ഇത് നിലവിൽ പ്രൈസ് ചെയ്തിരിക്കുന്നത്, ഡീൽ പ്രൈസ് വരുന്നത് 75,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിങ്ങിന് ഈ ഫോൺ ഒരു കില്ലർ ഡീലാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ റിവ്യൂ ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ പവർഫുൾ ആയിട്ടുള്ള ഹാർഡ്വെയറും അതുപോലെ തന്നെ കുറേ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള AI ഫീച്ചേഴ്സും സാംസങ് നൽകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഫോൺ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ റിവ്യൂ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഈ ഫോണിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ടൈറ്റാനിയം ഫ്രെയിമാണ് ചുറ്റും വരുന്നത്. പുറകിലൊരു ഫ്രോസ്റ്റഡ് മാറ്റ് ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സാധനം പിടിക്കുമ്പോഴും കാണാനും ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസ് നല്ല കേപ്പബിൾ ആണ്. എൻ്റെ ഇത് ഒരുപാട് തവണ താഴെ പോയിട്ടുണ്ട്. താഴെ പോയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അടിച്ച് തല്ലി വീണിട്ടുണ്ട്. പക്ഷേ ഇതിന് ഇതുവരെ ഡിസ്പ്ലേക്ക് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അത് ബാക്ക് ഗ്ലാസ്സിനാണെങ്കിലും ഫ്രണ്ട് ഗ്ലാസ്സിനാണെങ്കിലും. പിന്നെ ഈ ഒരു ഫോണിൽ 6.8 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് വരുന്നത്. 2600 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. നല്ല ഔട്ട്ഡോർ കണ്ടീഷനിലൊക്കെ വെയിലത്തൊക്കെ പോയി ഇറങ്ങി കഴിഞ്ഞാൽ നല്ല പക്കായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ് ആയിട്ട് തെളിഞ്ഞു വരും. അതുകൂടാതെ 120 Hz റീഫ്രഷ് റേറ്റും ആണ്. അതുകൊണ്ട് ഫോൺ പക്ക സ്മൂത്ത് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ബോക്സി ഷേപ്പ് ഡിസൈനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഇത് കഴിഞ്ഞ് വന്ന വേരിയൻ്റ് ഒക്കെ ഒരു റൗണ്ടഡ് എഡ്ജായി മാറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡിസൈൻ ഫോം ഫാക്ടർ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഈ ഫോണിൽ എനിക്ക് അമേസിംഗ് ആയിട്ട് തോന്നിയ കാര്യം മുമ്പേ പറഞ്ഞ പോലെ തന്നെ AI ഫീച്ചേഴ്സ് ആണ്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് സർക്കിൾ ടു സെർച്ച്. നമ്മൾ എന്ത് സ്ക്രീനിൽ കണ്ടാലും ജസ്റ്റ് ഒരു സർക്കിൾ ചെയ്താൽ മതി. അപ്പോൾ AI അതിൻ്റെ റിസൾട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ കൊണ്ടുതരും. അപ്പോൾ ഷോപ്പിംഗ് ആണെങ്കിലോ ലേണിംഗ് ആണെങ്കിലോ റിസർച്ച് ആവശ്യങ്ങൾക്കാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറി ഇരിക്കുമ്പോഴാണല്ലോ ഒരു പ്രൊഡക്റ്റ് കണ്ടാൽ പോലും നമുക്ക് ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്താൽ മതി, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ ഗൂഗിളിൽ പോയി കീവേഡ് അടിച്ച് സെർച്ച് ചെയ്തൊന്നും സമയം കളയണ്ട. എല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. പിന്നെയുള്ള മറ്റൊരു ഫീച്ചറാണ് ജനറേറ്റീവ് എഡിറ്റ്. പണ്ടൊക്കെ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഫോട്ടോഷോപ്പിലൊക്കെ പോയി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണമായിരുന്നു അല്ലേ. ഇപ്പം സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കും. ഇപ്പോൾ ചേഞ്ചസ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒബ്ജക്റ്റ് റിമൂവൽ ചെയ്യാം. അപ്പോൾ ഫോട്ടോയിൽ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വന്നാൽ അതിനെ തുടച്ച് നീക്കാം. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ എടുത്ത് നിങ്ങൾക്ക് മൂവ് ചെയ്ത് എങ്ങോട്ടെങ്കിലും മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അതും എല്ലാം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ പോലും നല്ല നാച്ചുറൽ ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നും പറയാനില്ല. പിന്നെ അതുകൂടാതെ ഒരു കിഡിലൻ ഫീച്ചറാണ് ചാറ്റ് അസിസ്റ്റ്. നമ്മളിപ്പോൾ ഒരു ആളോട് പ്രൊഫഷണലി എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിസിനസ് പരമായിട്ട് വിചാരിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഗ്രാമർ ചെക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അതൊന്ന് റീഫ്രൈസ് ചെയ്തെടുക്കണമെങ്കിലോ, ഇനി അതല്ല നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ മടിയാണെങ്കിൽ പോലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമൻറ്റൊക്കെ ഏത് ടൈപ്പിൽ നിങ്ങൾക്ക് വേണം, കാഷ്വൽ ആയിട്ട് വേണോ ഫോർമൽ ആയിട്ട് വേണോ എന്നൊക്കെയുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചാറ്റ് റെസ്പോൺസസ് പോലും ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നേരത്തെയൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മെനക്കെട്ട് എത്ര സമയം ഇരുന്ന് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ബുള്ളറ്റ് പോയിന്റ്സ് പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വലിയൊരു പാരഗ്രാഫ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഷോർട്ട് സെൻറ്റൻസ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. എല്ലാം AI നിങ്ങൾക്ക് വിരൽ തുമ്പിൽ ചെയ്തു തരും. പിന്നെയുള്ള ഫീച്ചറാണ് ലൈവ് ട്രാൻസ്ലേറ്റ്. അപ്പോൾ നിങ്ങളെ ഒരു ഹിന്ദിക്കാരനൊക്കെ വിളിച്ചു എന്ന് വിചാരിച്ചു പോകുന്നു. ഹലോ അജിത് ഭായ്, നേരത്തെ നമ്മൾ ജബ വെക്കണമായിരുന്നു. ഇപ്പൊ അതൊന്നും വേണ്ട. ഇപ്പൊ AI ട്രാൻസ്ലേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹിന്ദിയിൽ പറയുന്ന ആൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. अजित भाई मेरे को आपका स्टूडियो एक दिन के लिए बुक करना था. Ajit bhai, Mayor had to book your studio for 1 day. അതായത് ഫോൺ റിയൽ ടൈമിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ അങ്ങനെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സാംസങ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഫൈൻ. എന്നെ ഈ ഒരു ഫീച്ചർ പല സന്ദർഭങ്ങളിൽ സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഹിന്ദി കേട്ടാൽ ഏകദേശമൊക്കെ മനസ്സിലാവും, എന്നാലും മിക്കപ്പോഴും ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടാറില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത് നേരെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. യെസ് ഷുവർ. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെയുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സാംസങ് നോട്ട്സ് ആപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാറ്റയൊക്കെ സമ്മറൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് മുഴുവൻ വായിക്കാൻ നേരമില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് അത് സമ്മറൈസ് ചെയ്ത് എന്താണ് ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോൺ ഭയങ്കര അൺബിലീവബിൾ ആയിട്ടുള്ള ലൈറ്റ്നിങ് ഫാസ്റ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അതിൻ്റെ ഉത്തരവാദി ഇതിനകത്തുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസസ്സറാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തെടുത്ത പ്രോസസ്സർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം നല്ല ലൈറ്റ്നിങ് ഫാസ്റ്റ് പെർഫോമൻസ് എപ്പോഴും ലഭിക്കും. ഇതുവരെ
ലാഗ് ആകുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ചിലരൊക്കെ പറയും ആൻഡ്രോയിഡ് ഫോൺ എടുത്താൽ ലാഗ് ആവും എന്നൊക്കെ, വെറുതെ പറയുന്നതാണ്. അപ്പോൾ ഇത് നല്ല പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കും, നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഈ ഫോൺ വാങ്ങിയപ്പം ആൻഡ്രോയിഡ് വേർഷൻ 14 ആയിരുന്നു, 1 UI 6 ആയിരുന്നു. പക്ഷേ നമുക്ക് 7 years ഓഫ് ഗ്യാരണ്ടീഡ് അപ്ഡേറ്റ്സ് നൽകുമെന്നാണ് സാംസങ് പ്രോമിസ് ചെയ്യുന്നത്. അതിപ്പോൾ ഒരുപാട് സെക്യൂരിറ്റി പാച്ചസും ഒക്കെ ആയിട്ട് ഈ ഫോണിൽ എനിക്ക് അപ്ഡേറ്റ്സ് ലഭിക്കാറുണ്ട്. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആണ്, പണ്ടത്തെ പോലൊന്നും അല്ല. പണ്ടൊക്കെ ആൾക്കാർ പറയാമായിരുന്നു ഓരോ ഫോൺ ഇറങ്ങി കഴിഞ്ഞാൽ അപ്ഡേറ്റ്സ് ഇല്ല എന്നൊക്കെ. അപ്പോൾ ഈ 7 years എന്ന് പറയുന്നത് മേജർ അപ്ഡേറ്റ്സിന്റെ കാര്യത്തിലാണ്. അപ്പോൾ 7 ആൻഡ്രോയിഡ് വേർഷനോളം നമുക്ക് ഈ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് ഒന്നും ഇല്ലാതെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും ഓവർ ദ ടൈം. അതുകൂടാതെ പുതിയ പുതിയ വോയിസ് വേർഷൻസ് വരുമ്പോൾ അതും നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഡിവൈസ് ആയതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇനി ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറയെ പറ്റി പറയാം. ഇതിലൊരു 200 MP മെയിൻ സെൻസറും പിന്നെ ടെലിഫോട്ടോ ലെൻസുകളുമാണ് ഉള്ളത്. അപ്പം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പോസ്റ്റ് പ്രോസസ്സിംഗ് ആണ്. എയുടെ ഹെൽപ്പോട് കൂടി ഇമേജ് നല്ല കിടിലനായിട്ട് കിട്ടും. ലോ ലൈറ്റ് ഷോട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ് ഇതിൽ നിന്ന് ലഭിക്കും. അത് മാത്രമല്ല നമ്മൾ പോർട്രേറ്റ് ഷോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ വളരെ നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ സൂപ്പർ സ്റ്റഡി ആയിട്ടുള്ള ഒരു വീഡിയോ മോഡ് ഉണ്ട്, അത് AI സ്റ്റെബിലൈസേഷൻ കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല AI ഒപ്റ്റിമൈസ് ചെയ്ത സൂം ഉണ്ട്. പിന്നെ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ വീഡിയോയിലൊക്കെ നമ്മൾ സൂം ചെയ്യുമ്പം ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു ഏരിയയിലേക്ക് സൂം ചെയ്യുമ്പോൾ അവിടുത്തെ ഓഡിയോ ലെവൽ സൂം ചെയ്യുന്നതനുസരിച്ച് കൂടി വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആരും എക്സ്പെക്ട് ചെയ്യാത്ത കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് നല്ല രീതിയിൽ മീഡിയ ക്രിയേഷൻ ഒക്കെ ചെയ്യാൻ സാധിക്കും. ഈ ഫോണിൽ ഒരു 5000 mAh ബാറ്ററിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ 1 day ഈസി ആയിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് മോഡറേറ്റ് രീതിയിലാണ് യൂസ് ചെയ്യുന്നത്, ഭയങ്കര ഹെവി യൂസർ ഒന്നുമല്ല, ഗെയിം ഒന്നും അതിന് കളിക്കാറൊന്നുമില്ല. നമ്മൾ കൂടുതലും വർക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്, പിന്നെ കമ്മ്യൂണിക്കേഷനും വേണ്ടിയാണ് ഞാൻ എൻ്റെ ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ ചാർജർ അൺപ്ലഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ബാറ്ററി ഓൾമോസ്റ്റ് ഡ്രെയിൻ ആകാറാവും. അപ്പോൾ അത് ഓരോരുത്തരുടെ യൂസ് അനുസരിച്ചാണ്. മോഡറേറ്റ് അല്ലെങ്കിൽ നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡേ ഈസി ആയിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് രാത്രി കിടക്കാൻ നേരത്ത് കുത്തിയിടുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. പിന്നെ ഈ സ്മാർട്ട് ഫോണിൽ 45 watts വരെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. ഞാൻ 25 watts യൂസ് ചെയ്താണ് ചാർജ് ചെയ്യുന്നത്. അപ്പം 1.25 മണിക്കൂർ എടുക്കും 0 to 100 ചാർജ് ആകാൻ. നമ്മൾ തീരെ ഡ്രെയിൻ ചെയ്തില്ല, ഒരു 20%ലൊക്കെയാണ് കുത്തിയിടുന്നതെന്നുണ്ടെങ്കിൽ ഒരു 55 minutes ഒക്കെ കൊണ്ട് നമുക്ക് 100% എത്തിക്കാൻ സാധിക്കും. പിന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഡെസ്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ബാറ്ററി ടോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്യാതെ അവിടെ വെച്ചൊക്കെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. അത് മാത്രമല്ല റിവേഴ്സ് വയർലെസ് ചാർജർ ഉണ്ട്. നിങ്ങൾ വയർലെസ് ഹെഡ്ഫോൺസ് ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ചാർജ് തീർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ടോപ്പ് അപ്പ് ചെയ്യണമെങ്കിൽ ഫോണിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് യൂസ് ചെയ്യാം. അത് മാത്രമല്ല ഞാൻ എവിടെയെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയങ്ങളുണ്ടല്ലോ, അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഫോണൊക്കെ ഓഫായി പോയി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് റിവേഴ്സ് വയർലെസ് ചാർജിങ് ഒക്കെ ഇട്ട് കൊടുക്കും. പാവം ഐഫോണുള്ളവരൊക്കെ ചാർജ് ചെയ്യട്ടെ അല്ലേ. അങ്ങനെ നമുക്ക് പവർ ഷെയർ ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ഫോണാണ്. നിങ്ങളൊരു ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള AI ഇൻറ്റഗ്രേഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിലും നല്ലൊരു ഡീൽ ഇനി വരാനില്ല. അപ്പോൾ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ സെയിലിൽ മാക്സിമം ഡീൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് S24 ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.